ഹലോ, ഈ പേരൊന്ന് വായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് ശ്രമിച്ച് നോക്കിക്കേ. രാവിലെ എണീറ്റപ്പോൾ തന്നെ അടുക്കളയിൽ തട്ടുമുട്ടും കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യം ലഞ്ച് പ്രിപ്പറേഷനിലാണ്. ഞാനപ്പോൾ കരുതി ഔറൂസിൻ്റെ സാധനങ്ങളിലൊക്കെ പേരെഴുതി ഒട്ടിക്കാമെന്ന്. അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ട് കളഞ്ഞിട്ട് വന്നാൽ പിന്നെ മെനക്കേടല്ലേ. അങ്ങനെ ഞാനിരുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഫ്രഷായി, പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി. ഔറൂസിനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നാലേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവരോട് കളിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ആദ്യം ജോലി കഴിഞ്ഞ് വന്നാലേ ഔറൂസിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ നോക്കി, മുടിയൊക്കെ കെട്ടി സുന്ദരിമണിയായിട്ടിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും എഴുതിയ പേരൊക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ, ഇതാണ് മോളുടെ പേര്. പിന്നെ ഗൂഗിളാടോടെ കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എനിക്കൊരു ബോറടി ഉണ്ടായിരുന്നു. സാധാരണ ഞാനാണല്ലോ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഗൂഗിളാടെ കാര്യങ്ങളൊക്കെ നോക്കി. അവനെ ഉമ്മ വാഷ് ചെയ്തിട്ട് കൊണ്ട് തന്നു. അപ്പോൾ അവനെ നിക്കറൊക്കെ മാറ്റി കൊടുത്ത് അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചപ്പോഴത്തേക്കും ഉമ്മ ഔറൂസിനുള്ള പാല് കാച്ചി കൊണ്ടുവന്നു. അതങ്ങനെ ഞാൻ കുപ്പിയിലാക്കി വെച്ചു. അവൾ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വിചാരിച്ചു. ആഹാരമൊക്കെ കഴിക്കാൻ വലിയ പാടാണ്. വഴക്കൊക്കെ പറഞ്ഞൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതിലും ബെറ്ററായിട്ട് ആദ്യം ലഞ്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാരറ്റ് റൈസും എഗ്ഗും പിന്നെ കുറച്ച് തൈരും ഒക്കെയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിൽ പേര് എഴുതാൻ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എഴുതി ബാഗൊക്കെ സെറ്റാക്കി. ഔറൂസിന് ഞാൻ ചോറന്ന് പുട്ടും കടലായിരുന്നു രാവിലെ. അത് വാരി കൊടുത്തു. ആഹാരം കഴിക്കാൻ വലിയ പാടാണ്. അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു. ഔറൂസ് അങ്ങനെ സുന്ദരി കുട്ടിയായി. അങ്ങനെ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മുള്ളാൻ മുട്ടുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താവുമെന്ന്. അങ്ങനെ വാനിക്കിറ്റ് വിട്ടു. അങ്ങനെ ഒരു ജോലിയൊക്കെ ഒതുങ്ങി. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൽ ഞാനും മോനും ചെറുതായിട്ടൊന്ന് ഉറങ്ങി.